കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല. നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രേണു സുധീനെ വെച്ചുകൊണ്ട് ദി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ നടത്തിയുണ്ടായി. അതിന്റെ വ്യൂസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മില്യൺ കഴിഞ്ഞു. അതിന്റെ ആങ്കറായിട്ട് അന്നിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ശാരിക, ഇതുപോലെ തന്നെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂസ് ഒരുപാട് ആ ഒരു ചാനലിൽ തന്നെ നടത്തിയിട്ടുള്ള വ്യക്തി, അപ്പുറത്തേക്ക് ഒരു ന്യൂസ് റീഡർ ആയിട്ടുള്ള വ്യക്തി. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ദി സ്പീച്ച് മേക്കർ എന്ന് പറഞ്ഞാൽ. അതിലൂടെ അവരൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ ആയിട്ട് പോലും ഇല്ലാത്ത എന്റെ ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു ചാനൽ ഇപ്പൊ ഈ ഒറ്റ വീഡിയോ കൊണ്ട് എന്തായാലും മോണിറ്റൈസേഷൻ ഇപ്പൊ ആയി കാണും, ഉറപ്പായിട്ടും ആവും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ആയിരിക്കും. കാരണം ആ വ്യൂസ് അങ്ങനെ പോകുന്നുണ്ട്. അതായത് രേണു സുധിയുടെ ഒരു വീഡിയോ അവരെ വെച്ചുകൊണ്ട് ഇനി റീൽസ് ആവട്ടെ, ഒരു ഇന്റർവ്യൂ ആവട്ടെ, ഇനി ഒരു ഷോർട്ട് ഫിലിം ആകട്ടെ, എന്ത് തന്നെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാലും അത് വൈറൽ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയാലും ഇനി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും മതി. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി ഇപ്പോൾ ഒരു ബിസിനസ് ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതുവരെ നെഗറ്റീവ് ഇമേജിൽ മാത്രം നിന്നിരുന്ന രേണു സുധിയെ ഒരുപക്ഷെ 50% എബോ പോസിറ്റീവാക്കി മാറ്റിയ ഒരു ഇന്റർവ്യൂ ആണതെന്ന് പറഞ്ഞാൽ. അതേസമയം ആ ആങ്കറിനെ നെഗറ്റീവായിട്ട് മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് അവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ആ എക്സ്പ്ലനേഷനകത്തെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടുവെക്കാം. ഇല്ല, ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുധി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുധി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുധിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഒരു കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയാൻ വേണമെങ്കിൽ ഉണ്ട്. എന്തായാലും രേണുസുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല. നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് അവർ ഇട്ടിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇവര് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ നമ്മളോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരുന്ന സമയത്തായാലും ഇവരുടെ ടോൺ ഇത് തന്നെയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് ചില്ലറയല്ലല്ലോ അഹങ്കാരം എന്ന് തോന്നുന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. പക്ഷെ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നതിൽ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജ് വന്നു. ആ ഒരു നെഗറ്റീവ് ഇമേജ് എനിക്ക് യാതൊരു തരത്തിലും അതിനെക്കുറിച്ച് കൂസലില്ല എന്ന് തന്നെയാണ് ഇവർ എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂസലില്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരേണ്ട കാര്യമില്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നന്നായിട്ട് അത് എഫക്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിരുന്ന കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ വന്ന് എക്സ്പ്ലനേഷൻ ചെയ്തത്. അത് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകതയില്ല. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, എന്റേത് മോണിറ്റൈസേഷൻ പോലും ആവാത്തൊരു ചാനലാണ്. രേണുസുധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി അതിനകത്ത് ഒരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്യാവശ്യം ആ വീഡിയോ കയറി പോകും. കാരണം രേണുസുധി ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തി കൂടി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വന്തം ചാനലിൽ മോണിറ്റൈസേഷൻ ആവാൻ ഈ ഒറ്റ കാര്യം മതി എന്നുള്ള കാര്യം ഈ ഒരു ആങ്കർക്ക് മനസ്സിലാവാതിരിക്കാത്ത കാര്യമൊന്നും അല്ല. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രേണുസുധിയെ കുറിച്ച് നല്ലത് മാത്രമേ താൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ശരിയാണ്, രേണുസുധിയുടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്തായാലും അല്ലെങ്കിൽ മറ്റവരുടെ ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കുന്ന സമയത്തായാലും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി ഒരുമ്പിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന തരത്തിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം അവർ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ പറയുന്ന കല്ലേറ് കൊണ്ട് എൻ്റെ മനസ്സ് കല്ലായി മാറി, അതുകൊണ്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ, എനിക്ക് വേറെ ആരും കൊണ്ടു തരില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്യും എന്ന് പറയുന്ന തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അവരെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ പാട് എന്നുള്ള രീതിക്ക് വിടാൻ തന്നെയാണ് എല്ലാവരും, മിക്ക ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോലും കണ്ട കാര്യമാണ്. രജിത്ത് എന്ന് പറയുന്ന വ്യക്തി, അതായത് ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത്, അയാൾ പോലും ഒരു ടൈമിൽ ഈ പറഞ്ഞ കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന അയാളുമായിട്ടുള്ള റീല് ചേർന്നെടുക്കുന്ന സമയത്ത്, അത് വൈറലായി പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഒരു പ്രത്യേക അവസ്ഥയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ആളാവാൻ ശ്രമിക്കുന്നത്. അതായത് രേണുസുധി ഉപദേശിച്ചുകൊണ്ട് മോളെ ഇതിനൊന്നും നിൽക്കല്ലേ എന്ന് പറയുന്ന വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ
നമ്മൾ കണ്ടതാണ്. ഒരു റാം വാക്കിൽ എങ്ങനെയാണ് പെരുമാറിയത്, കിട്ടിയ അവസരം എങ്ങനെ മുതലെടുക്കുന്നു എന്ന് അതിനുശേഷം കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേക്കൂത്തുകൾ. കാരണം ഒരു വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിൽ നമുക്കറിയുന്ന കാര്യമാണ് അതിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ള നിയമമൊക്കെ നമുക്കിവിടെ ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ അത് ഗതാഗത നിയമത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് ഫ്രണ്ട് സീറ്റിൽ നമ്മൾ കണ്ടതാണ് ഡ്രൈവറിന്റെ അല്ലാത്ത അപ്പുറത്തെ സീറ്റിനകത്ത് ഒരാൾ ഇരിക്കുന്നു, അതിന് മുകളിൽ രേണുസുധീനെ ഇട്ടുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. വേണമെങ്കിൽ അവർക്ക് പറയാൻ പറ്റും ഞങ്ങൾ അങ്ങനെ ഇരുത്തിയെന്നേ ഉള്ളൂ, മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത്. എന്തായാലും ആ കാണിച്ച കാര്യം എന്ന് പറയുന്നത് നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തുള്ള പേക്കൂത്തുകളെ ഇനി ആര് കാണിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രേണുസുധി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് രേണുസുധിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് തന്നെ രജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയുന്നത്. അതുകൊണ്ടാണല്ലോ അന്ന് ഉപദേശം കൊടുത്ത് വലിയ ആളാവാൻ ചമഞ്ഞെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ നല്ല പിള്ള ചമഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് അവരെ വലിച്ചിഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ് അവർക്ക് ചുറ്റും എന്നുള്ളത്. ഇപ്പം ഏകദേശം എല്ലാവർക്കും, ഇപ്പം അല്ല നേരത്തെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് രേണുസുധി ഇത് അറിയാതെ പോവുകയാണെന്നുള്ളതാണ്. എനിക്കങ്ങനെ തോന്നുന്ന കാര്യമല്ല. രേണുസുധിക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് നല്ല അവബോധമുള്ള ഒരു വ്യക്തിയാണ്. താൻ ഇവർക്കുള്ള മുമ്പിലൊക്കെ കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു നിന്നു കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. കാരണം അവർക്ക് ജീവിക്കണം, അവർക്ക് പൈസ എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിലേക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ പോയി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് തോന്നില്ല. കാരണം അവർക്ക് അതുവഴി പൈസ കിട്ടുന്നുണ്ട്, ആ പൈസ മതി എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു എനിക്കിതിനകത്ത് ആങ്കറിന്റെ കാര്യമാണ് മനസ്സിലാവാതെ പോകുന്നതെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഉറപ്പായിട്ടും ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, അത് രേണുസുധിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരിൽ നിന്നുള്ള പ്രതികരണം എന്താണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യം. കാരണം ആൾക്കാർ ഒരിക്കലും ചിന്തിക്കത്തില്ല, ഇത് കാണുന്ന ആൾക്കാരെ പൊട്ടന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്കാർ ഒരിക്കലും ചിന്തിക്കത്തില്ല ഇത് നേരത്തെ കൂട്ടി ഇത്രയും വൃത്തികെട്ട രീതിക്ക് നിന്നെ കാണാൻ ദിനോസറിന്റെ പോലെ ഉണ്ടല്ലോ, നീ ദിനോസറിന്റെ കുട്ടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ മരിച്ചുപോയ ഭർത്താവുമായിട്ട് ചേർത്ത് പല പല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അത്തരത്തിലേക്ക് തരം താഴ്ന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല ഇതിനകത്ത് വ്യൂവേഴ്സ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത്. അത് ഇത്രയും പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആങ്കറും അല്ലെങ്കിൽ ആ ചാനലിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും എല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയും ഇതിന് വ്യൂസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ആങ്കർ അതിനകത്ത് ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അവരെടുത്തൊരു വീഡിയോയ്ക്ക് എത്രത്തോളം വ്യൂസ് ഉണ്ടോ അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് അവരെ ഈ പറയുന്ന ചാനലുകാർ വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവരുടെ കൂടി ബാധ്യതയായി മാറുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും വ്യൂസ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അത് അതിനുവേണ്ടി അവർ ചെയ്ത നാടകം, ആ നാടകം ശരിക്കുള്ളതാണെന്ന് വിചാരിച്ച് കുറേയധികം പ്രേക്ഷകർ കാണുന്നു, അത് അതുപോലെ തന്നെ അവരെടുക്കുന്നു. എന്നിട്ട് അവർക്ക് തോന്നി അവർക്ക് എന്താണോ അതിൽ നിന്ന് കിട്ടിയത് ആ ഒരു കമന്റുകൾ അവർ പറയുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം, അതിലപ്പുറത്തേക്ക് വേണമെങ്കിൽ മാന്യമായിട്ടുള്ള ഭാഷയിൽ ഇതാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നേരെ ചൊവ്വേ വന്നിരുന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതല്ല ചെയ്തത്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുല്ലാണെന്നുള്ള രീതിക്ക് വീണ്ടും വീണ്ടും അഹംഭാവം മാത്രം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് തോന്നിയെന്ന് പറയുന്നത്. അതല്ലാതെ വേറെ രീതിക്ക് ഒരു ന്യായീകരണമായിട്ടോ അതൊരു നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിട്ടോ എനിക്ക് തോന്നിയില്ല. അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ബോധയുടെ ആയിട്ടുള്ള വ്യക്തിയല്ല താനെങ്കിൽ ഇങ്ങനൊരു വീഡിയോയുടെ കാര്യമേ ഇല്ല, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിലുള്ള കാര്യം മോണിറ്റൈസേഷൻ ആവാം, അതിലപ്പുറത്തേക്ക് വേറൊന്നുമല്ല. കാരണം അവർക്കറിയാം ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം. ആ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തുള്ള കുറുക്ക് വഴിയിലൂടെ പോകേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിന്റെ കമന്റ് സെക്ഷനിൽ അവർ കൊടുത്തിരിക്കുന്ന റിപ്ലൈ എല്ലാം കണ്ടതാണ്. ഇത് നേരെ പറയുന്ന വ്യക്തിക്ക് പകരമായിട്ട് മറ്റു രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നതും എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പം ചില സീരിയൽസ് ഭയങ്കരമായിട്ട് നമുക്കറിയാം നല്ല വേഷങ്ങളും വില്ലന്മാരുടെ വില്ലത്തിമാരുടെ വേഷങ്ങളും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിൽ എത്രയോ തവണ ചില ആൾക്കാർ നടന്മാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ അധികം ആൾക്കാർ വന്നിട്ട് അടിക്കാൻ വന്നിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഭാഗമാണ്, അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് ചെന്ന് കയറാൻ പാടുള്ളൂ. അതല്ല ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ഇത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ആൾക്കാരെ മണ്ടന്മാരാക്കാൻ നോക്കിയിട്ട് ഈ പറയുന്ന നീയൊക്കെ പൊട്ടന്മാരാണ് എൻ്റെ വീഡിയോ കാണുന്നവരെന്നൊക്കെ വന്നിരുന്ന് ഇത്രയും അഹംഭാവത്തോടു കൂടി പറയുന്ന സമയത്ത് അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ശരിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം, പരമാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഞാനടക്കം ശരിയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചൊരു കാര്യമല്ല. ചെറുതായിട്ട് എവിടെയൊക്കെ തോന്നിയെങ്കിലും ഫുള്ളായിട്ട് ഒരിക്കലും തോന്നില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുന്നുള്ള കാര്യം പോലും ഞാൻ ചിന്തിച്ചൊരു കാര്യമില്ല. അപ്പം ഇതിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഏത് തരത്തിലുള്ള ഷോസ് ആയാലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഇന്റർവ്യൂസ് ആയാലും ഈ പറയുന്ന പ്രൊമോഷൻസ് ആയാലും
അടിപിടിയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാനുള്ളൊരു ത്വര ഉണ്ടാവും. ഇതാണ് ഇവരുടെ ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത്, ഇത് വളർച്ചയുടെ കാരണം എന്ന് പറയുന്നത്. അത് കാണാനുള്ള മലയാളികളുടെ ആ ത്വരയെ മുതലെടുത്തുകൊണ്ട് പൊട്ടന്മാരാക്കുക തന്നെയാണ്. ആ പൊട്ടന്മാരാവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇനി ഇരുന്ന് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തന്നെയാണ് ആങ്കർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു ഇതിൽ കമന്റ് സെക്ഷനിലൂടെ ഒരു വ്യക്തി ചോദിച്ച ചോദ്യം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ കാണണ്ട എന്ന രീതിക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ കാണണ്ട എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ കാണിക്കുന്നത് മൊത്തം ഇതുപോലെ ഉഡായിപ്പ് നാടകങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കാണാനിരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ അത് കാണണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും ഇതിന്റെ എക്സ്പ്ലനേഷന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ, നെഗറ്റീവ് ഇമേജ് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. ആ നെഗറ്റീവ് ഇമേജ് മാറ്റാൻ മാത്രമേ എല്ലാവരും ശ്രമിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും അവർ ശ്രമിച്ചൊരു വഴിയാണ്. അവരുടെ രീതി, അവരുടെ ടോൺ ഇത് തന്നെ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും അത് നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്.